മീനച്ചിൽ താലൂക്കിൽ നാളെയും സ്വകാര്യ ബസ് സമരം. സ്വകാര്യ ബസ് ജീവനക്കാരെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം തുടരുന്നത്. നാളെയും നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ ജില്ലാ തലത്തിൽ സമരം നടത്തുമെന്നും സ്വകാര്യ ബസ് ജീവനക്കാർ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ ഈ വിഷയം രാവിലെ അറിഞ്ഞതിന് ശേഷം തൊഴിലാളികളെ വിളിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഞങ്ങൾ ഇന്ന് പ്രൈവറ്റ് ബസ് പണിമുടക്കാരെന്ന് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇവിടെ എത്തി. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകർ ഇറങ്ങിയ വിഷയത്തിൽ ബന്ധപ്പെട്ടിരുന്നു. ഭാരതീയ മസ്ദൂർ സംഘത്തെ സംബന്ധിച്ച് ഇവർ നമ്മുടെ മെമ്പർമാരാണോ എന്നുള്ളത് നോക്കിയിട്ടല്ല ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടത്. കാരണം സ്വകാര്യ ബസ്സിലെ തൊഴിലാളികളെ ദേവി യൂണിയൻ തൊഴിലാളികളാണെങ്കിൽ BMS സംബന്ധിച്ച് അത് തൊഴിലാളികളെ ഒറ്റ മനസ്സോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നോട്ട് പ്രവർത്തിക്കുന്ന സംഘടനയല്ല, സ്വതന്ത്ര സംഘടനയാണ് BMS. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ അപ്പോൾ തന്നെ ബന്ധപ്പെടുകയും മുമ്പോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരോട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർക്ക് ആരും അവരുടെ കൂടെ തുണയ്ക്ക് അവർക്കൊരു ആവശ്യം വരുന്ന സമയത്ത് അവരാരും ചെന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ ബന്ധപ്പെടുകയും പോലീസ് അധികാരികളുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം കേസുമായിട്ടുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വേണ്ടി ചർച്ച ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ മുമ്പോട്ട് പോയി. അതിനുശേഷം നമ്മൾ പ്രകടനങ്ങൾ നടത്തി. അതിനുശേഷം CIP കണ്ട് കാണാനായിട്ട് ഞങ്ങൾ പോയ സമയത്ത് CIയോട് പറഞ്ഞിട്ടാണ് അവിടെ ചെന്നത്. പക്ഷേ ഒരു മണിക്കൂറോളം ഞങ്ങൾ വന്നിട്ടും പോലീസ് അധികാരികളാരും ഞങ്ങളെ കാണാൻ തയ്യാറായില്ല. ഞങ്ങൾ മാത്രമല്ല, ഈ തൊഴിലാളികൾ പ്രത്യേകിച്ച് ഒരു യൂണിയന്റെ പ്രവർത്തകരല്ല, പല യൂണിയന്റെ തൊഴിലാളികളുണ്ട്. അവരെല്ലാം പോലീസിനോട് എന്താണ് എന്നറിയാനായിട്ട് അവിടെ ചെന്ന് ഒരു മണിക്കൂറോളം നിന്നിട്ടും ഒരു പോലീസ് അധികാരി ഇവരെ കാണാൻ തയ്യാറായില്ല. കാരണം വ്യക്തമായ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുകളിൽ നിന്നുള്ളൊരു വിളി അവർക്കുണ്ടായെന്നുള്ളത് അവരുടെ മുഖഭാവങ്ങൾ നമ്മൾ കണ്ടു. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അടി കിട്ടിയത് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, വൈറലായതാണ് വീഡിയോ. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ എല്ലാ ചാനലുകളും വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോലീസിന് അടി കിട്ടിയിട്ടും ആ കേസിൽ കാക്കിയിട്ട് നേരെ കൈ വങ്ങിയിട്ട് നിൽക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പോലീസിന് അടി കിട്ടിയിട്ടും പോലീസ് അധികാരികൾ ആരും ഈ കേസിൽ സ്വമേധയാ കേസെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പോലീസിന്റെ അത്രയ്ക്കും വിലയാണ് പോലീസ് സംവിധാനത്തിൽ പോലും, ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനത്തിൽ പോലും അത്രയ്ക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പോലും ആ രീതിയിലാണ് അവരൊക്കെ ഇടപെടാറുള്ളത്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അപ്പൊ നാളെ ഇവര് തീരുമാനിച്ചിരിക്കുന്ന ഈ പണിമുടക്ക് ഈ മീനച്ചിൽ താലൂക്കിൽ ആണ് പണിമുടക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യാത്രക്കാരുടെ അറിയിപ്പ് നിലയ്ക്കാണ് പത്രസമ്മേളനം വിളിക്കണമെന്ന് അവർ പറഞ്ഞത്. കാരണം അതിൽ ആരും നാളെ പെട്ടുപോകരുത്. അതുകൊണ്ട് നാളെ ഒരു മിന്നൽ പണിമുടക്ക് നിലയ്ക്ക് നടത്തുകയും സ്വന്തമായിട്ട് അവർക്ക് വേണ്ടി തടയാതെ സ്വകാര്യ ബസ്സിലെ തൊഴിലാളികൾ തന്നെയാണ് പണിമുടക്കുകയാണ് ചെയ്യുന്നത്. അതൊരു തടസ്സപ്പെടുത്തലല്ല. അപ്പോൾ അതുകൊണ്ട് പണിമുടക്കുകയും അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ ഈ തൊട്ടടുത്ത ദിവസം തന്നെ നടപടി പോലീസ് ഇവരെ കുറ്റക്കാരെ ഈ ഗുണ്ടകളെ SFIയുടെയും DYFIയുടെയും ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ മുഴുവൻ പണിമുടക്ക് നടത്താനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ഭാരതീയ മസ്ദൂർ സംഘം ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ ഈ ബസ് തൊഴിലാളികൾ കൊടുത്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ BMS വേണ്ടി വന്നാൽ ഈ സമരം ഏറ്റെടുത്ത് മുമ്പോട്ട് നടത്താനൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും പോലീസിന്റെ നടപടി എന്താണെന്ന് ഇന്നും ഒരു ദിവസം കൂടെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇന്നലെ കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ ഒരു പ്രശ്നമുണ്ടായി. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രശ്നം അത് അങ്ങനെയാണ് പോയി. ഇന്നലെ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിരപരാധിയായ ഒരു മനുഷ്യനിട്ട് യാദൃശ്യമായിട്ട് SFI DYFI ഗുണ്ടകൾ വിളയാടുകയാണ് ചെയ്തത്. പോലീസ് നോക്കി നിൽക്കെ അയാളെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ടാവില്ല. നമ്മൾ ഓരോരുത്തരും ബസ്സിൽ ജീവനക്കാർ വരുന്നത് അവനവൻ്റെ വീട്ടിലെ പട്ടിണിയും കാര്യങ്ങളും മാറ്റാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരും ഉണ്ട്, അമ്മയുണ്ട്. നമ്മളെ ശിക്ഷിക്കാൻ അധികാരം ഇവർക്കൊക്കെ ആരാ കൊടുത്തത്? നമുക്ക് അച്ഛനും അമ്മയ്ക്ക് നമ്മളെ ശിക്ഷിക്കാം, അല്ലാതെ മറ്റൊരു ഗുണ്ടകൾക്ക് നമ്മുടെ മേൽ ഏകാധിപത്യം സ്ഥാപിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഞാൻ തൊഴിലാളി സംഘടനകളുടെ പേരിലാണ് ഇവിടെ ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പം ഇതിനൊരു തീരുമാനം ഉണ്ടായേ പറ്റുള്ളൂ. ഇന്ന് ഞങ്ങളിപ്പോൾ ഒരു മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇത്രയും നേരം വരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയും നമുക്ക് വന്നിട്ടില്ല. അത് തന്നെയല്ല, അവരെ അറസ്റ്റ് ചെയ്യുകയോ അതിന്റെ തുടർ നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് തുടർ നടപടി ഉണ്ടായേ പറ്റുള്ളൂ. ഇതിനായി ശക്തമായി പ്രതികരിച്ചേ തീരുള്ളൂ. അതുകൊണ്ട് നാളെ ഞങ്ങൾ സൂചനാ പണിമുടക്ക് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നില്ല എങ്കിൽ നാളെ കഴിഞ്ഞ് മുതൽ ജില്ലാ തലത്തിലേക്ക് ഈ സമരം വ്യാപിപ്പിക്കുകയാണ്. ഒരു മാറ്റമില്ല, അത് തക്കതായ താക്കീത് നൽകുകയാണ്. ഒരു മാറ്റവുമില്ലാതെ ഇത് ജില്ലാ തലത്തിലേക്ക് മാറ്റുമെന്ന് ഞാൻ പറയുകയാണ്. വ്യക്തമായി ഇതിനൊരു ഗൂഢാലോചനയുടെ പുറത്തു വന്ന് ചെയ്ത സംഭവമാണ്. അടി ഉണ്ടാക്കിയതാണെന്നാണ് നല്ല വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നേ സെന്റ് മേരി എന്ന് പറയുന്ന ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും അതിക്രൂരമായുള്ള രീതിയിൽ മർദ്ദിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ സാഹചര്യത്തിൽ തൊട്ട് മറ്റ് സഹപ്രവർത്തകരെല്ലാം കൂടെ കൂടി ഇവരെ സംരക്ഷിക്കാൻ നോക്കി. അതിലെ കുറച്ച് ആൾക്കാരെ തിരഞ്ഞാണ് ഇപ്പം തല്ലിയേക്കുന്നത്. നല്ല വ്യക്തമാണ്. അത് മനസ്സിലാക്കി വീണ്ടും ഈ മറ്റു പണിക്കാർ അവിടെ അതേ സമയത്ത് ഡ്യൂട്ടിക്ക് വന്ന
നമ്മുടെ സഹപ്രവർത്തകൻ പുള്ളിക്കാരൻ അവിടെ വരികയും പുള്ളീനെ ആ ഒരു സമയത്ത് ഓടി വന്ന് തല്ലി പരിവാക്കുമായിരുന്നു. പുള്ളിയുടെ വയ്യാഴികയും മെലാഴികയും ഒന്നും അവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ അടിച്ച വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ആ SFI പ്രവർത്തകരല്ല, വെളിയിൽ നിന്ന് വന്ന നല്ല ഗുണ്ടകളാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിതിനകത്ത് പ്രതികരിക്കുന്നത് ആദ്യത്തെ ഒരു ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ അതിന്റെ കാര്യം അത്രയും ഗൗരവമാക്കിയില്ല. ഇതുപോലെ എല്ലാ പിള്ളേരും എല്ലാ വണ്ടിയെ പഠിക്കുന്ന ജോലിക്കാർക്കും പിള്ളേരുള്ളവരാണ്. ആരും പിള്ളേരില്ലാത്തവരില്ല, അല്ലെ പിള്ളേരുണ്ടാകുന്നവരുണ്ട്. അതൊരു കാരണവശാലും മറക്കരുത്. ഈ പിള്ളേരാണേലും മറക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങൾ നന്ദന്മാരാരും നന്ദന്മാരായിട്ടായിട്ടില്ല ജനിക്കുന്നത്, എല്ലാവരും പിള്ളേരുണ്ടായിട്ടാണ് നന്ദന്മാരാകുന്നത്. അപ്പം ഞങ്ങൾ തിരിച്ചു തല്ലാൻ ശ്രമിച്ചാൽ തിരിച്ച് ഞങ്ങൾ തന്നെ ആ സമയത്ത് തന്നെ ഞങ്ങളെ തല്ലിയ സമയത്ത് ആ ചെറുക്കനെ ആ പുള്ളിനെ തല്ലിയ സമയത്ത് തന്നെ ആ പുള്ളി തല്ലാൻ ശ്രമിച്ചാൽ ആ പുള്ളിയുടെ പിള്ളേർക്ക് പോകും. അതുകൊണ്ടാണ് ആ പുള്ളി തല്ലാഞ്ഞത്. അപ്പോൾ തല്ലാൻ ഞാൻ അവിടെ ഇരിക്കുന്ന പുള്ളിയുണ്ട്, പുള്ളിക്ക് ഇച്ചിരി അസുഖമുള്ള ആളാണ്. അതേസമയം വേറൊരാൾക്കിട്ടാണെങ്കിൽ ചിലപ്പം തിരിച്ചു തല്ലിയാൽ. പക്ഷെ ഞങ്ങൾക്കും പിള്ളേരുണ്ട്, ഞങ്ങളും പിള്ളേരെ വളർത്തുന്നതാണ്. ഞങ്ങളുടെ പിള്ളേരും വണ്ടിയെ ബസ്സിൽ തന്നെ പോകുന്നവരാണ്. അങ്ങനെ പോകുന്ന ഞങ്ങളുടെ പിള്ളേരെ പോലെ ഞങ്ങൾ കരുതുന്ന ആൾക്കാർ നമ്മളോട് അങ്ങനെ രീതിയിൽ പെരുമാറുമ്പം നമുക്ക് എന്തോരം മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം ഒന്ന് ആലോചിച്ചാണ്.